ഇനി ഇതിൻ്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒന്നങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കയറ്റി വെക്കേണ്ടയോ അല്ലെങ്കിൽ അങ്ങനെ തിരിക്കേണ്ടോ മറിക്കേണ്ടോ ഒരു ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ചെവിയിൽ അങ്ങോട്ട് ഇരിക്കും. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നല്ല രീതിക്ക് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെവിയിൽ അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സംഭവം ആ ഒരു ഇൻറ്റൻസിറ്റി അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അപ് ടു 42 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കുറയും. എയർപോഡ്സ് പ്രോ ജനറേഷൻ 2 ആണ് ഞാൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആ ഒരു ഫ്ലാഗ്ഷിപ്പിൽ ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് വെക്കുമ്പോഴത്തേക്ക് ഈ ഏൺസ് ഓൺ ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെവി നിന്ന് ഉള്ളിൽ നിന്ന് എന്തോ വലിച്ചിങ്ങനെ പിടിക്കുന്നൊരു ഫീലാണ്. അപ്പോൾ അതേ ഫീൽ ആക്ച്വലി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു പൊട്ടിക്ക്, അതായത് ഒരു 0.5% മാത്രമാണ് അതെനിക്ക് ഇവിടെ കിട്ടുന്നത്. എന്ന് വെച്ചിട്ട് ദയവേത് നിങ്ങൾ വിചാരിക്കല്ലേ എയർപോഡ്സ് പ്രോ ജനറേഷൻ 2 സാധനം കിട്ടുമെന്നുള്ളത്. അതല്ല, ജസ്റ്റ് ഒരു പൊട്ടിക്ക്, ഞാൻ വീണ്ടും പറയുന്നത് 0.5% മാത്രം ആ ഒരു സംഭവം ഇവിടെ കിട്ടുന്നുണ്ട്.